റിയൽ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിപ്പോൾ തോട്ടപ്പള്ളി ഫിഷിംഗ് ഹാർബറിലാണ്. ഈ നീട്ടുവലക്കാർക്ക് ഞങ്ങളുടെ ചെറിയ പണിയുണ്ട്. ഒരു ചേട്ടൻ കായൽ ഞണ്ട് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് ഇന്ന് 3 കായൽ ഞണ്ടാണ് കിട്ടിയത്. റെയർ കേസാണ് കായൽ ഞണ്ട് കടലിൽ. ഏകദേശം അവർ പറയുന്ന ഈ 3 ഞണ്ടിനും കൂടി ഒരു 4000 രൂപ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ പണി വളരെ മോശമാണ്. കടൽ കൂടുതലായതിനാൽ വള്ളക്കാർ പുറത്തു പോയി പണിയെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. നല്ല കടലുണ്ട്. ഞങ്ങൾ അങ്ങനെ തോട്ടപ്പള്ളിയുടെ മനോഹരമായ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചേട്ടൻ എന്തോ പറയുവാനുണ്ടെന്നും പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് വരികയും പുള്ളി ഈ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കുന്ന യാതനകളെപ്പറ്റിയും കുറേ കാര്യങ്ങൾ ഇദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതൊരു ന്യൂസ് ചാനലല്ല, ഞങ്ങൾ ബ്ലോഗറാണ് എന്ന് പറയും. പക്ഷേ പുള്ളിയുടെ അഭിപ്രായം പറയുകയാണ്. ആലപ്പുഴ അപ്പുറത്ത് മാരായിക്കുളം ആ ഭാഗത്തുള്ള മത്സ്യത്തൊഴിലാളികൾ വണ്ടി പിടിച്ച് തെക്കോട്ടും വടക്കോട്ടുമുള്ള മത്സ്യത്തൊഴിലാളികൾ വണ്ടി പിടിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നത്. ഇവരുടെ ചിലവ് ഏകദേശം ഒരു 10,000 കുറേ ഉണ്ടാകും. പക്ഷേ അവർക്ക് 10,000 പോയിട്ട് ഒരു 1000 രൂപ പോലും കിട്ടാത്തൊരു സാഹചര്യം പോയിട്ട് ഇവർക്ക് ഇത്രയും പൈസ ചിലവാക്കി പോയിട്ട് വന്ന് ഇവരുടെ ചിലവ് ആ പൈസ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ യഥാർത്ഥ സർക്കാർ അവരെ സഹായിക്കുന്ന സാഹചര്യമാണ് ഈ സമയത്തുള്ളത്. പക്ഷേ ആ സർക്കാരിന് യാതൊരുവിധ സഹായവും ഇവർക്ക് ലഭിക്കുന്നില്ല. കാര്യം അത് ഇവർക്ക് ചോദിച്ച് വാങ്ങിക്കാനോ വാങ്ങിച്ചു കൊടുക്കാനുള്ള ആൾക്കാരില്ലാത്തതുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം. കാര്യം ആ ഒരു സാഹചര്യമാണ് അവർക്ക്. ഒരു അസംഘടിത മേഖലയാണ് ഈ മത്സ്യത്തൊഴിലാളി മേഖല എന്ന് പറയുന്നത്. തോട്ടപ്പള്ളി ഹാർബറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇത് തന്നെ വളരെ വളരെ സൂക്ഷിച്ച ഒരു രീതിയിലാണ് സംഭവം നിർമ്മിച്ചത്. ആ നിർമ്മാണ മേഖലയിൽ തന്നെ ഒരുപാട് അപാകതമുണ്ട്. അത് പരിഹരിച്ച് ചെയ്യാൻ വേണ്ടി സർക്കാരുകൾ പലരും, കേന്ദ്ര സർക്കാർ, സംസ്ഥാന സർക്കാരും 220 കോടി രൂപയുടെ ഒരു സംഭവം റെഡിയാക്കി കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് ഒരു. പക്ഷേ അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കി ഈ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ട എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുത്താൽ ഈ മേഖല കുറച്ചുകൂടി ഭംഗിയായിട്ട് വരുമെന്ന്. ഈ മേഖലയിൽ മത്സ്യബന്ധനങ്ങൾ നടന്നു. പക്ഷേ എന്നാലും സർക്കാർ ശ്രദ്ധിക്കേണ്ടത് ഈ മേഖലയിൽ പ്രവൃത്തി വരുന്ന ഈ സാഹചര്യത്തിൽ പട്ടിണിയിലും ദുരിതത്തിലാകുന്ന കേരള തീരത്തിലുള്ള മൊത്തം മത്സ്യത്തൊഴിലാളി പട്ടിണിയിലാണ്. കാര്യം യഥാർത്ഥത്തിൽ സംഭവിച്ചത് അവർക്ക് തന്നെ അറിയാവുന്നതാണ്. അശാസ്ത്രീയമായ മത്സ്യബന്ധനമാണ് സംഭവം. അത് പറയാൻ ഇപ്പോൾ ഒരു സാഹചര്യമല്ല. എന്നിരുന്നാൽ പോലും അവർക്ക് വേണ്ട ജീവിത സാഹചര്യം സർക്കാർ നല്ല രീതിയിൽ പ്രവർത്തിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്രാവശ്യം വളരെ പണി മോശമാണ്. അത് കാരണം ഉപജീവന മാർഗത്തിനുള്ള വക പോലും കിട്ടത്തില്ലെന്നാണ് ഇവരുടെ അഭിപ്രായം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തോട്ടപ്പള്ളിയിലെ ഫിഷിംഗ് ഹാർബറിലെ മനോഹരമായ ദൃശ്യങ്ങളാണ്.